അപ്പോൾ ബജറ്റിൻ്റെ മുകളിൽ പൊതുചർച്ച ആരംഭിക്കുകയാണ്. ആദ്യമായി പൊതുചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാന്യ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ബഹുമാന ഡെപ്യൂട്ടി സ്പീക്കർക്ക് 20 മിനിറ്റ് ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കാം. യെസ്. സർ, അങ്ങ് സംസാരിച്ചോ. സർ, ഞാൻ ഈ 2026-27 ബഡ്ജറ്റ് പ്രസംഗത്തെ അനുകൂലിക്കുകയാണ്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ 2026-27 ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പുറം ചട്ടയിലേത് കേവലം ഒരു മുഖചിത്രീകരണം എന്ന് പരിമിതമായി വിശേഷിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. മറിച്ച് അതൊരു നാടിൻ്റെ സമഗ്രമായ മഹാപരിവർത്തനത്തിലേക്കുള്ള കൃത്യമായ ദിശാസൂചകമാണ്. വരാനിരിക്കുന്ന ഉജ്ജ്വലമായ നാളുകളെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷകൾ വിളംബരം ചെയ്യുന്ന കരുത്തുറ്റ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ഈ ചിത്രമെന്ന് ഞാൻ കരുതുന്നു. ചുവപ്പിൻ്റെ തീവ്രതയിൽ നാം കാണുന്നത് സമര പോരാട്ടങ്ങളുടെ ത്യാഗോജ്വലമായ ചരിത്രമാണ്. മഞ്ഞയുടെ പ്രകാശത്തിൽ വികസനത്തിൻ്റെ സൂര്യോദയം, നീലയും വയലറ്റും ചേർന്ന വിജ്ഞാനത്തിൻ്റെയും നവചിന്തയുടെയും ആകാശവിസ്മൃതി തുറക്കുന്നു. മുഖചിത്രത്തിൻ്റെ മധ്യത്തിലൂടെ ഉദിക്കുന്ന സൂര്യൻ ഒരു സർക്കാരിൻ്റെ, ഒരു ജനതയുടെ പുതിയ പ്രതീക്ഷയാണ്. ഇത് ഇരുട്ടിനെ കീറി വെള്ളി വെളിച്ചത്തിലേക്കുള്ള സാമൂഹ്യ യാത്രയിൽ കേരളത്തെ ധീരമായി മുന്നോട്ട് നയിക്കുമെന്ന ഒരു സർക്കാരിൻ്റെ തികഞ്ഞ ആത്മവിശ്വാസമാണ്. പാരമ്പര്യത്തിൻ്റെ കരുത്തിൽ നിന്നും ഈ സൂര്യൻ ആധുനികതയുടെ ആകാശത്തിലേക്ക് പടർന്നു കയറുന്ന ഒരു വികസന വിസ്മയമായി മാറുക തന്നെ ചെയ്യും എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. സാർ, ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷം, എൻ്റെ സുഹൃത്തുക്കളായ പ്രതിപക്ഷ നേതാക്കൾ, അതുപോലെ പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരും പ്രതിപക്ഷ അംഗങ്ങളും ഈ സഭയിൽ ഉണ്ടാകേണ്ടതായിരുന്നു. സാർ, കേരളത്തിൻ്റെ ബഡ്ജറ്റിന് ശേഷം ഇന്നലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചു. സാർ, സ്വാഭാവികമായും ആ ബഡ്ജറ്റിൽ കേരളത്തെ സംബന്ധിച്ചൊന്നുമില്ല. അപ്പോൾ കേരളം ഒന്നടങ്കം കേന്ദ്രത്തിനെതിരായി പ്രതിഷേധിക്കേണ്ടെന്ന ഈ ഘട്ടത്തിൽ പ്രതിപക്ഷം കൂടി ഈ സഭയിൽ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അവർ എടുത്ത സമീപനം BJPയെ സഹായിക്കുക എന്ന ഒരു സമീപനമാണ് അവർ ഈ സഭ ബഹിഷ്കരിച്ചതിലൂടെ നാം കാണുന്നത്. സാർ, ഞാൻ ഈ ബഡ്ജറ്റിനെ പിന്തുണയ്ക്കുമ്പോൾ സംസ്ഥാനം രൂപീകൃതമായിട്ട് 7 പതിറ്റാണ്ടുകൾ കഴിയുന്നു. ഇത് കേരള വികസനത്തിൻ്റെ നാൾവഴികൾ സംബന്ധിച്ച ഒരു വിലയിരുത്തൽ കൂടിയാണ്. കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിക്ക് അടിത്തറ പാകിയത് 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. VMS മുഖ്യമന്ത്രിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്. കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസും ജന്മിത്ത നാടുവാഴി വ്യവസ്ഥയുടെ നട്ടല് തകർത്ത ഭൂപരിഷ്കരണ നിയമത്തിന് വിത്തുപാകിയതും വിദ്യാഭ്യാസം സാർവത്രികമാക്കിയതും എല്ലാം ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. സമഗ്ര കാർഷിക നിയമത്തോടെ നിശ്ചിത വില നൽകി കൃഷിക്കാരന് ഭൂവുടമ ആകാമെന്നായി 1969 ഇടതു സർക്കാർ വീണ്ടും സമഗ്ര ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കി. സർ, LDF സർക്കാർ തുടർച്ചയായി 10 വർഷം പൂർത്തീകരിക്കുകയാണ്. ഒരു സർക്കാരിനെ നമുക്ക് പല വിധത്തിൽ വിലയിരുത്താൻ കഴിയും. ക്വാണ്ടിറ്റേറ്റീവായും നിർണയം സാധ്യമാണ്, ക്വാളിറ്റേറ്റീവായ പരിശോധനയും സാധ്യമാണ്. അതോടൊപ്പം നിലപാടുകളുടെ ശരികളും ഒരു സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും വിലയിരുത്താവുന്നതാണ്. ഇതിലേത് രീതിയിലും ഒരു കണക്കെടുപ്പിന് പരിശോധനയ്ക്കും ഈ സർക്കാർ തയ്യാറാണ്. ആ അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി ശ്രീ KN ബാലഗോപാൽ ഈ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചത്. സാർ, മനുഷ്യരെ സേവിക്കുക എന്നാൽ
അതിനർത്ഥം അവരെ സർവ്വവിധ പാരമ്പര്യങ്ങളിൽ നിന്നും മോചിപ്പിക്കലാണ് എന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യസേവന ദർശനത്തിൻ്റെ അവകാശികളായ കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ മണ്ണിൽ ഒരു നേരത്തെ വിശപ്പടക്കാൻ കഴിവില്ലാതെ, ഒന്ന് കയറിക്കിടക്കാൻ ഇടമില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ആരുമുണ്ടാകരുതെന്ന് 2021 വീണ്ടും അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ് തീരുമാനിച്ചത്. സർ, അതിൻ്റെ ഭാഗമായി ഈ സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് എടുത്തത്. അതിദരിദ്ര നിർമ്മാർജ്ജനവും ഏക കിടപ്പാട സംരക്ഷണ നിയമനിർമ്മാണവും. ഈ നിയമസഭ പാസാക്കിയ ഏക കിടപ്പാട സംരക്ഷണ ബില്ലും സേവനാവകാശ ബില്ലും ഗവർണർ ഒപ്പുവെച്ചതോടെ 2 ചരിത്ര നിയമങ്ങളാണ് കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നത്. സാർ, ഈ അവസരത്തിലാണ് BJP ഗവൺമെൻറ് കേന്ദ്രത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കേന്ദ്ര ബഡ്ജറ്റ് കണ്ടപ്പോൾ വല്ലാത്ത നിരാശയാണ് സാർ തോന്നിയത്. നമ്മുടെ ബഡ്ജറ്റും കേന്ദ്ര ബഡ്ജറ്റും കാണുമ്പോൾ എനിക്ക് തോന്നിയത്, കേരളമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേന്ദ്രമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നാണ് സാർ. സാർ, കേരളം ഇന്ത്യയിലല്ലേ? കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണ് ആ ബഡ്ജറ്റിലൂടെ. കൂടെ കേരളത്തിൽ വന്ന് കേരളം ഞാനങ്ങ് എടുക്കുമെന്ന് പറയുന്ന ഒരു കേന്ദ്ര സഹമന്ത്രി ഉണ്ടായിരുന്നു സാർ. ഈ കേന്ദ്ര ബഡ്ജറ്റിന് ശേഷം ആ സഹമന്ത്രി എവിടെയാണ് സാർ? ആമത്തോടിൽ ഒളിച്ചോ സാർ? സംസ്ഥാന BJP അധ്യക്ഷൻ കൂടെ വന്ന് കേരളത്തെ സംബന്ധിച്ച് ധനകാര്യ മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ സംബന്ധിച്ച് വിമർശിച്ചല്ലോ. ആ BJP അധ്യക്ഷൻ ഇപ്പോൾ എവിടെയാ സാർ? ആമത്തോടിൽ ഒളിച്ചോ? അതോ ആമ മുട്ടയിടുന്ന അസുലഭ നിമിഷം സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയാണോ സാർ? കേരളത്തിന് എന്തെങ്കിലും ഇവർ തന്നോ സാർ? നമ്മൾ ചോദിച്ച എന്തെങ്കിലും തന്നോ ഇവർ? നമ്മൾ ചോദിച്ച ഒന്നും തന്നില്ല എന്ന് മാത്രമല്ല, കേന്ദ്രം കേരളത്തോട് സ്വേച്ഛാധിപത്യ നിലപാടാണ് സാർ സ്വീകരിച്ചിരിക്കുന്നത്. സാർ, എയിംസ് എവിടെയാണ്? എത്രയോ നാളുകളായി നമ്മൾ ആവശ്യപ്പെടുന്നതാണ് എയിംസ്. അവർ പറഞ്ഞു സ്ഥലം ലഭ്യമാണോ എന്ന് ചോദിച്ചു. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ആരോഗ്യമന്ത്രിയും ഈ ഗവൺമെൻറ്റിലെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രി അടക്കം ഈ കേരളത്തിന് എയിംസ് വേണമെന്ന് അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തിയെന്നും അതിൻ്റെ രേഖകളടക്കം കൊടുത്തില്ലേ സാർ? എന്നിട്ട് എവിടെയാണ് സാർ എയിംസ്? ഈ ബഡ്ജറ്റിലും കഴിഞ്ഞ ബഡ്ജറ്റിലും തുടർച്ചയായി ആ ബഡ്ജറ്റ് അവതരിക്കുമ്പോൾ എയിംസ് ഇല്ല സാർ. കൂടെ എയിംസ് എന്ന് പറയുന്നതല്ലാതെ, ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ലാതെ എയിംസ് ഇവിടെ തരുന്നില്ല സാർ. സാർ, തിരുവനന്തപുരം മെട്രോ എവിടെയാണ് സാർ? അതിവേഗ റെയിൽ, വന്യജീവി ആക്രമണം തടയൽ, വിഴിഞ്ഞം പദ്ധതി, ശബരിപാത, വയനാട് പുനരധിവാസ പദ്ധതി. സാർ, ഒന്നും തന്നില്ല എന്നുള്ളതാണ് വസ്തുത. കേന്ദ്രം അവഗണിച്ചാലും കേരളത്തെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. സാർ, കേന്ദ്ര ബഡ്ജറ്റ് വരും മുമ്പേ കേരളത്തിലേക്ക് എന്തോ കാര്യമായി തരും എന്ന് പറഞ്ഞിരുന്ന BJP-ക്കാർ ഇപ്പോൾ എവിടെയാണ് സാർ? അവരെ കാണുന്നില്ലല്ലോ സാർ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നതുകൊണ്ട് കേന്ദ്രം വാരിക്കോരുമെന്ന് പ്രതീക്ഷിച്ച BJP എവിടെ സാർ? ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ സാർ. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാസമരം നടത്തി, ആശമാരില്ലാതെ SUCയുടെ നേതാക്കന്മാർ. അവരെന്താ പറഞ്ഞത്? കേന്ദ്രം ഇഷ്ടം പോലെ തരുമെന്ന് പറഞ്ഞു. സാർ, ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് വന്നല്ലോ. ആ ബഡ്ജറ്റ് പ്രസവിച്ചപ്പോൾ എന്തായി സാർ? പവനായി ശവമായി മാറി സാർ. കേരളത്തിന് കിട്ടിയത് വെറും ആമ മുട്ടയാണ് സാർ കിട്ടിയത്, വേറൊന്നും കിട്ടിയില്ല സാർ. കേന്ദ്രം സാധാരണക്കാരെ തഴഞ്ഞപ്പോൾ കേരളം സാധാരണക്കാരെ ചേർത്ത് നിർത്തി. രാജ്യത്തെ 16 കോടിയിലധികം വരുന്ന ദരിദ്ര ഗ്രാമീണരുടെ ആശ്രയമായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രം പൂട്ടിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ LDF ഗവൺമെൻറ് അവരെ സംരക്ഷിച്ചു സാർ. വർഷത്തിൽ 100 ദിവസം അവർക്ക് ജോലി കൊടുത്തു. 1000 രൂപ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചു കൊടുത്തു സാർ. അതുമാത്രമല്ല സാർ, രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ് LDF ഗവൺമെൻറ് ക്ഷേമനിധി ഏർപ്പെടുത്തി സാർ. സാർ, സ്കീം വർക്കർമാരായ ആശാപ്രവർത്തകർ, അംഗനവാടി ജീവനക്കാർ,
അവർക്ക് കേന്ദ്രം ₹1 പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. ഗ്രാമീണ ജനതയ്ക്കായി ക്ഷേമ പദ്ധതികളൊന്നുമേ കേന്ദ്ര ബഡ്ജറ്റിൽ കാണാൻ നമുക്ക് കഴിയുന്നില്ല. അതേസമയം കോർപ്പറേറ്റുകൾക്ക് അതുപോലെ തന്നെ മറ്റ് കോർപ്പറേറ്റ് ഭീമന്മാർക്ക് അടക്കം പൊതുമേഖല തുറന്നു കൊടുക്കുന്നു, അവരെ തലോടുന്നു സാർ. അതാണ് BJP ഗവൺമെൻറ്. ഇവിടെയാണ് സാർ കേരളത്തിൻ്റെ വഴികൾ വ്യത്യസ്തമാകുന്നത്. പാവപ്പെട്ടവരെ ഒരു മാലയിലെ മുത്തുകൾ പോലെ കോർത്തിണക്കി ചേർത്ത് നിർത്തി അവരെ സംരക്ഷിച്ചു പോകുന്ന ഒരു ഗവൺമെൻറ്റാണ്, ഒരു മുഖ്യമന്ത്രിയാണ് സാർ കേരളത്തിലുള്ളത്. സാർ, ആശാപ്രവർത്തകർ, അംഗനവാടി ജീവനക്കാർ, സാക്ഷരതാ പ്രേരകർ എന്നിവർക്ക് ₹1000 വീതം വർദ്ധിപ്പിച്ചത് ഈ ഗവൺമെൻറ്റാണ്, സംസ്ഥാന ഗവൺമെൻറ്, LDF ഗവൺമെൻറ്. പ്രീ പ്രൈമറി അധ്യാപകർക്ക് ₹1000 വർദ്ധിപ്പിച്ചു സാർ. ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുകയും ₹600 ക്ഷേമ പെൻഷൻ ഈ ഗവൺമെൻറ് ഇപ്പോൾ ₹2000 വർദ്ധിപ്പിച്ച് കൃത്യമായി കൊടുക്കുകയും ചെയ്തു സാർ. സ്കൂൾ പാചക തൊഴിലാളിക്ക് പ്രതിദിനം ₹25 വർദ്ധിപ്പിച്ചു. പത്രപ്രവർത്തക പെൻഷൻ ₹1500 ക്യാൻസർ, ലെപ്രസി, എയ്ഡ്സ്, ക്ഷയരോഗം തുടങ്ങിയ രോഗം പിടിപെട്ടവർക്ക് പെൻഷൻ ₹1000 വീതം വർദ്ധിപ്പിച്ചു. സാർ, LDF ഗവൺമെൻറ്റിന് അതിദരിദ്രരില്ലാത്ത കേരളം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. സ്ത്രീ സുരക്ഷാ പെൻഷൻ, കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്, ക്ഷേമ പെൻഷൻ അടക്കം 1.25 കോടി കുടുംബങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സഹായം എത്തിക്കൊണ്ടിരിക്കുന്നു. 32 ലക്ഷത്തിലധികം പേരിലേക്ക് മെഡിസെഫ് പദ്ധതി, സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പദ്ധതി, സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതി. അങ്ങനെ കേരളം സർവതല സ്പർശിയായ വികസനവുമായി മുന്നോട്ട് പോവുകയാണ് സാർ. അത് മാത്രമല്ല സാർ, 1957 കേരളത്തിൽ 9% പേർക്ക് മാത്രമേ സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നുള്ളൂ. അതാകട്ടെ വരേണ്യവർഗത്തിൻ്റെ കൈകളിൽ മാത്രമായിരുന്നു. അന്ന് നടപ്പാക്കിയ കുടിയൊഴിപ്പിക്കൽ നിയമവും 1970 ജനുവരിയിൽ നടപ്പാക്കിയ ഭൂപരിഷ്കരണ നിയമവുമെല്ലാം കേരളത്തിൽ മൗലികമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു സാർ. ഇന്ന് കേരളത്തിൽ 97% കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമിയുണ്ട്. 2016 LDF ഗവൺമെൻറ് വാഗ്ദാനം ചെയ്തതുപോലെ ഈ ഗവൺമെൻറ് 10 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഏകദേശം 4 ലക്ഷത്തിലധികം പേർക്കാണ് പട്ടയം കൊടുത്തത്, സ്വന്തമായി ഭൂമിയുടെ അവകാശികളാക്കി മാറ്റി സാർ. സാർ, നമുക്കറിയാം ഭൂമിയോടൊപ്പം തന്നെ വീടില്ലാത്തവരുടെ അവസ്ഥ. ഈ ഗവൺമെൻറ് വരുമ്പോൾ വളരെ ദയനീയമായ സ്ഥിതിയായിരുന്നു കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ. സ്വന്തമായി വീടില്ലാത്തവരുടെ ലിസ്റ്റ് എടുത്ത് അത് ഗ്രാമസഭ ചർച്ച ചെയ്ത് പാസ്സാക്കി ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അതിനുശേഷം പ്രയോറിറ്റി അനുസരിച്ച് സാർ അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. കേരളത്തിൽ ലൈഫ് മിഷനിലൂടെ ഏകദേശം 5 ലക്ഷത്തിലധികം പേർക്കാണ് കേരളത്തിൽ വീട് കൊടുത്തത്. സാർ, ആരാണ് കൊടുത്തത്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റാണ് സാർ കേരളം ഭരിക്കുന്നത്. സാർ, കേന്ദ്രം എന്ത് ചെയ്തു? കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിലെ ഗവൺമെൻറ് നൽകുന്ന വീടുകൾക്ക് കേന്ദ്രത്തിൻ്റെ വിഹിതം തരണം നിയമപരമായി. പക്ഷെ തന്നോ സാർ? തന്നില്ല എന്ന് മാത്രമല്ല, അവർ പറഞ്ഞെന്താണ്? ഞാൻ പണം തരണമെങ്കിൽ എൻ്റെ ഫോട്ടോ വെക്കണം വീട്ടിൽ. ആരുടെ? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ വീട്ടിൽ വെക്കണം. ഈ വീടിൻ്റെ ഐശ്വര്യം നരേന്ദ്രമോദി എന്ന് പറയണം സാർ. സാർ, നമ്മൾ പറഞ്ഞു നിങ്ങളുടെ പണം ആവശ്യമില്ല. ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് വെറും 56,000 തരുമ്പോൾ 3,44,000 കൊടുക്കുന്ന കേരള ഗവൺമെൻറ്, അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെക്കണ്ടേ സാർ? അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഫോട്ടോ വെക്കണ്ടേ സാർ? അല്ലെങ്കിൽ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയുടെ ഫോട്ടോ വെക്കണ്ടേ സാർ? എന്നിട്ട് ധനകാര്യമന്ത്രിയുടെ ഫോട്ടോ വെക്കണ്ടേ സാർ? നമ്മൾ പറഞ്ഞോ? നമ്മളെന്താ പറഞ്ഞത്? ഗവൺമെൻറ് കൊടുത്തത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ജനങ്ങളുടെ നികുതിയാണ് നമ്മുടെ ഖജനാവിൽ വരുന്നത്. അതുകൊണ്ട് ഒരാളുടെയും ഫോട്ടോ വെക്കേണ്ട കാര്യമില്ല. BJP ഗവൺമെൻറ് പണം തന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ നിങ്ങൾക്ക് പണം നൽകി വീട് വെച്ച് നൽകും. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ സാർ കേരളത്തിൽ 5 ലക്ഷത്തിലധികം പേർക്ക് വീട് വെച്ചു കൊടുത്തു. സാർ, നമുക്കറിയാം ഈ ഗവൺമെൻറ് വന്നപ്പോൾ 2018 കിഫ്ബി പദ്ധതി നടപ്പാക്കി. ആ കിഫ്ബി പദ്ധതിയിലൂടെ നമ്മൾ ലക്ഷ്യമിട്ടത് എന്താണ്?
50,000 കോടി രൂപയുടെ വികസനം, റോഡ്, പാലം, അതുപോലെ തന്നെ ഫ്ലൈ ഓവർ, സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യം, അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം, സ്മാർട്ട് അംഗനവാടികൾ, അതുപോലെ തന്നെ ഹൈടെക് സ്കൂളുകൾ, അങ്ങനെ വിപുലമായ പദ്ധതികളാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. സാറിന് 140 അസംബ്ലി മണ്ഡലത്തിലും ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ഒരുപോലെ കിഫ്ബി പദ്ധതിയിലൂടെ പണം അനുവദിച്ചുകൊണ്ട് 96,000 കോടി രൂപയുടെ വികസനം. സാർ, ഇന്ന് കേരളം മാറുകയാണ് സാർ. ഇന്ന് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ചെന്നാൽ സാർ, പൊതുവിദ്യാലയങ്ങളെല്ലാം ഏറ്റവും മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറി സാർ. ഹൈടെക് സ്കൂളുകളായി മാറി, അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി സാർ. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാലയത്തിലേക്ക് അൺഎയ്ഡഡ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഏകദേശം 10 ലക്ഷത്തിലധികം കുട്ടികളാണ് പൊതുവിദ്യാലയത്തിലേക്ക് കടന്നു വന്നത് സാർ. പൊതുവിദ്യാലയം ഇന്ന് ഇന്ത്യക്ക് മാതൃകയായി മാറി കേരളത്തിൽ. എന്തുകൊണ്ടാണ്? കിഫ്ബി വഴി സാർ. നമ്മുടെ കുടുംബക്ഷേമ ഉപകേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ എടുത്ത് പരിശോധിച്ചാൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഉണ്ടായത്? എല്ലാം അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി സാർ. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായി, കെട്ടിടങ്ങളുണ്ടായി സാർ. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കാത്ത് ലാബ്, താലൂക്ക് കേന്ദ്രങ്ങളിൽ ഡയാലിസിസ് യൂണിറ്റ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ്, ലബോറട്ടറി അടക്കം എല്ലാ സൗകര്യങ്ങളും ഒരുക്കും സാർ. അങ്ങനെ നമ്മുടെ ആരോഗ്യ മേഖല ശക്തിപ്പെട്ടു സാർ. നമ്മുടെ പൊതുസ്ഥാപനങ്ങൾക്കെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളുണ്ടായി സാർ. നമ്മുടെ റവന്യൂ മേഖല എടുത്ത് പരിശോധിക്കുമ്പോൾ റവന്യൂ ഓഫീസുകളെല്ലാം സ്മാർട്ട് ഓഫീസുകളായി മാറി സാർ. വില്ലേജ് ഓഫീസുകൾ, താലൂക്ക് ഓഫീസുകൾ, അതുപോലെ തന്നെ റവന്യൂ ഡിവിഷൻ ഓഫീസിലടക്കം സ്മാർട്ടായി സാർ. എല്ലാവിധ സൗകര്യങ്ങളുമായി, സ്മാർട്ട് അംഗനവാടികളായി സാർ. കാർഷിക മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കി സാർ. പുതിയ വിപ്ലവം നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു കാർഷിക മേഖലയിൽ, അതുപോലെ വ്യാവസായിക മേഖലയിൽ, മൃഗസംരക്ഷണ മേഖലയിൽ, അതുപോലെ തന്നെ ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് എല്ലാവർക്കും റേഷൻ കാർഡ്, കിടപ്പ് രോഗികൾക്ക് സൗജന്യമായി അവരുടെ വീട്ടിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതി സാർ. പട്ടികജാതി പട്ടികവർഗ വികസന മേഖല എടുത്ത് പരിശോധിക്കുമ്പോൾ ഓരോ കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അവർ താമസിക്കുന്ന ഉന്നതികളിൽ മെച്ചപ്പെട്ട സൗകര്യം സാർ. വൈദ്യുതി, വെളിച്ചം, വെള്ളം, വഴി, വീട് മെയിൻ്റനൻസ് അടക്കം എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് സാർ. ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും സാർ, എല്ലാ മേഖലയിലെയും എല്ലാ ജനങ്ങളെയും സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് സാർ. സാമൂഹ്യ ക്ഷേമ മേഖലയിൽ, തൊഴിലാളി മേഖലയിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ് സാർ. ധനകാര്യ വകുപ്പ് മന്ത്രി, പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, അങ്ങയുടെ ശ്രദ്ധയ്ക്കാണ്. അങ്ങ് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ തൊഴിലാളി ക്ഷേമ മേഖലയിൽ പണം അനുവദിച്ചിട്ടുണ്ടോ? നല്ല കാര്യം സാർ. എന്നാൽ അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് കർഷക തൊഴിലാളി ക്ഷേമതയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞാൻ കഴിഞ്ഞ 5 ബഡ്ജറ്റ് പ്രസംഗത്തിൽ അങ്ങയോട് പറയുന്നതാണ്. ആ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് പ്രത്യേകമായി അങ്ങ് പണം അനുവദിക്കണം. അങ്ങയുടെ മറുപടി പ്രസംഗത്തിൽ അതുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സാർ. അതുപോലെ പ്രേരകമാർ, സാക്ഷരതാ പ്രേരകർ, നമുക്കറിയാം അവരുടെ പഞ്ചായത്ത് ഇൻ്റർവ്യൂ നടത്തി തിരഞ്ഞെടുത്ത് നിയമനം നടത്തിയവരാണ് സാർ. അവർക്കിപ്പോൾ അങ്ങ് 1000 രൂപ അവരുടെ വേതനം വർധന വരുത്തിയിട്ടുണ്ട്. ഏറ്റവും നല്ല കാര്യമാണ്, അങ്ങ് അഭിനന്ദിക്കുകയാണ് സാർ. അതോടൊപ്പം ആ സാക്ഷരതാ പ്രേരകർ അവരെ ഇൻ്റർവ്യൂ നടത്തി പഞ്ചായത്ത് നിയമിച്ചതായതുകൊണ്ട് തന്നെ സാർ, അവരെ സ്ഥിരപ്പെടുത്താൻ അങ്ങ് ഈ ബഡ്ജറ്റിന് മറുപടി പ്രസംഗം തയ്യാറാണ്. കാരണം അവർ പിരിഞ്ഞു പോകുമ്പോൾ വെറും കൈയോടെയാണ് അവർ പിരിഞ്ഞു പോകുന്നത്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് ആനുകൂല്യങ്ങളൊന്നും അവർക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ സ്ഥിരപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടി കൂടി അങ്ങയുടെ ഭാഗത്തുനിന്ന് ബഡ്ജറ്റിൻ്റെ മറുപടി പ്രസംഗത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് സാർ. സാർ, ആശാപ്രവർത്തകർ സാർ, സാക്ഷരതാ പ്രേരകന്മാരുടെ വിഷയം താങ്കളിതിൽ ഉന്നയിച്ചത് വളരെ നന്നായി. ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ഏറ്റവും വേദനയേറിയ പ്രയാസം എന്ന് പറയുന്നത് 60-40 അനുപാതത്തിലാണ് അവർക്ക് ശമ്പളം LSJDയും തൊഴിൽ സാക്ഷരതാ വകുപ്പും നൽകുന്നത്. ശമ്പളം കിട്ടുന്നില്ല, പലരും കൊടുക്കുന്നില്ല. അത് ഒന്നിച്ച് തദ്ദേശ വകുപ്പിൽ നിന്ന് തന്നെ കൊടുക്കാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കുകയും പിന്നീട് കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥ. അതുപോലെ തന്നെ പെൻഷൻ പറ്റിയവരുടെ പെൻഷനെ ഒരു പരിഗണനയും കൊടുക്കും. തീർച്ചയായിട്ടും അങ്ങയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. അത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രദ്ധയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സാർ. ഈ ആശാപ്രവർത്തകർക്ക് അങ്ങ് ഇപ്പോൾ വീണ്ടും അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിച്ചു, അങ്ങയെ അഭിനന്ദിക്കുന്നു. ഒരു കാര്യം കൂടി, നമ്മൾ ഏകകണ്ഠമായി നിയമസഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് കേന്ദ്ര സ്കീമാണ്. ഈ ആശാപ്രവർത്തകർക്ക് മിനിമം വേജസ് നടപ്പാക്കുന്നതിനും അവരെ സ്ഥിരം ജീവനക്കാരായി പരിഗണിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരു പ്രമേയം ഈ നിയമസഭ പാസ്സാക്കി കേന്ദ്രത്തിനോട് ആവശ്യപ്പെടണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്.
നമ്മുടെ നാടിൻ്റെ വളർച്ചയെ ബോധപൂർവം തളർത്തുന്നതിനുള്ള നിരന്തരമായ കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകൾക്കെതിരെയുള്ള കരുത്തുറ്റ മറുപടിയാണ് സാർ അങ്ങ് അവതരിപ്പിച്ച ഈ ബജറ്റ്. പ്രതിസന്ധികൾ സൃഷ്ടിച്ച് നമ്മെ തളർത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ നാടിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന നമ്മുടെ സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിന് തെളിവാണ് സാർ അങ്ങ് അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ്. ചാണക്യൻ തൻ്റെ നീതിതത്വത്തിൽ പ്രതിപാദിച്ച കാര്യാർത്ഥി ഗണയതി ന ചാബി ഗണയതി ജനം എന്ന ഈ ആശയം ഈ ബജറ്റിലൂടെ അനർത്ഥമാക്കിയിരിക്കുകയാണ്. ലക്ഷ്യബോധമുള്ളവൻ തൻ്റെ വഴിയിലെ പ്രതിരോധങ്ങളെ കണ്ട് തളർന്നു നിൽക്കാറില്ല, അവയെ തകർത്ത് മുന്നോട്ട് ചലിക്കുക തന്നെ ചെയ്യും. നമ്മുടെ സംസ്ഥാനത്തെ ഉയരത്തിലെത്തിക്കാൻ സർക്കാർ അതിൻ്റെ മുഴുവൻ തന്ത്രങ്ങളും ഊർജ്ജവും ഈ ബജറ്റിലൂടെ വിനിയോഗിച്ച് ശക്തമായി നാം മുന്നേറും സാർ. വിഭവപരിധികളെ വിവേകം കൊണ്ട് നമ്മൾ മറികടക്കുക തന്നെ ചെയ്യും. പ്രതിരോധങ്ങളെ എല്ലാം അതിജീവിച്ച് പുതിയ കരുത്തോടെ നവകേരളത്തിനായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഈ ജനകീയ സർക്കാരിൻ്റെ തുടരും എന്ന ഈ പ്രഖ്യാപനം കണ്ട് തുടരുമോ എന്ന ചോദ്യചിഹ്നമായവരെ ഈ ബഡ്ജറ്റ് തികച്ചും നിശബ്ദമായിക്കൊണ്ടിരിക്കുന്നു. ഒരു കവി അല്ലെങ്കിലും എൻ്റെ ചിന്തയിലും കവിത ഉണരുന്നു സാർ. നാടിൻ കരുത്തായി പടരും ഞങ്ങൾ, ജനഹിതമായി തുടരും ഭരണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി സാർ.